ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പച്ചരി കുതിർത്ത് വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് അത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. നമുക്ക് വായിലിട്ടാൽ നല്ല പഞ്ഞി പോലെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണിത്. അതുപോലെ നല്ല നൈസായിട്ടുള്ള ഒരപ്പം തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ കറി കൂട്ടി കഴിക്കാനോ അതല്ലെങ്കിൽ കറി കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യൊക്കെ പരട്ടിയിട്ടൊക്കെ കൊടുക്കാനൊക്കെ ഏത് തരത്തിൽ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നമുക്ക് ഡിന്നറിനൊക്കെ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുമ്പൊക്കെ ഇട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ സാധാരണ പച്ചരി തന്നെയാണ് കേട്ടോ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് കൈമാ റൈസോ അതുപോലെ ബസ്മതി റൈസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ പച്ചരി ഉപയോഗിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കുതിർത്ത പച്ചരി വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് കപ്പിലാണോ നമ്മൾ പച്ചരി അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെ നമ്മൾ വെള്ളവും അളന്നെടുക്കണം. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ നമ്മൊന്ന് അരച്ചെടുക്കണം. എന്നാലേ പച്ചരി നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും അടിച്ചെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ അടിക്കാൻ മടിയുണ്ടെങ്കിൽ കോക്കനട്ട് പൗഡർ കലക്കിയിട്ടോ അതല്ലെങ്കിൽ പശുവും പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇത് ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി അടിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു തിക്നെസ് കൂടുതലുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം മുതൽ 1.25 കപ്പ് വെള്ളം വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മാവ് ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. ഒട്ടും തിക്കായിട്ട് ഇരിക്കരുത്, കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു തിക്നെസ് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ടാണ് വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 1.25 കപ്പ് നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ആദ്യം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ചൊന്ന് ചുട്ടെടുത്ത് നോക്കുക. അപ്പോൾ തിക്നെസ് പാകമായിട്ട് നല്ല തിന്നായിട്ട് ഇരിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം തിക്നെസ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പാകാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതിന് ചുട്ടെടുക്കുക. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ തവി മാവ് കോരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. നമുക്ക് അധിക സമയമൊന്നും വേണ്ട. കാരണം ഇത് നല്ല നൈസായിട്ടുള്ളൊരു മാവാണല്ലോ നമ്മൾ കോരി ഒഴിക്കുന്നത്. അധികം തിക്നെസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 2 അപ്പമൊക്കെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടും അതുപോലെ നിങ്ങളുടെ ആ കോരി ഒഴിക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ കോരി ഒഴിക്കുന്ന ആ തവിയിൽ എത്ര മാവാണോ കൊള്ളുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. എന്തായാലും അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ വരുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാനിപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സ്ട്രക്ചറാണ് കേട്ടോ നമുക്ക് കിട്ടുക. ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല നൈസായിട്ട് നല്ല കനം കുറഞ്ഞ് പഞ്ഞി പോലെയുള്ള ഒരപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കുറച്ചും കൂടി കൂടുതലുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ഹോൾസൊക്കെ വരും. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഹോൾസൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് വളരെ നൈസായിട്ട് കനം കുറഞ്ഞ് നല്ല പഞ്ഞി പോലെ ഇരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ
ഇതിൽ കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാവും, പക്ഷേ കുറച്ചും കൂടെ തിക്നെസ് കൂടുതലായിരിക്കും. ആദ്യത്തെ പോലെയുള്ള ഒരു പഞ്ഞി പോലെയുള്ള സ്ട്രക്ചറിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും റെഡിയായി കഴിഞ്ഞപ്പോൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. അതിലുള്ളൊരു ചെറിയ വ്യത്യാസം നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ചെറുതായിട്ട് ഒരു ഹോൾസൊക്കെ വന്നിട്ട് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടില്ലേ, ചെറിയൊരു തിക്നെസ്സൊക്കെ ഉണ്ട് ഇതിന്. അത്ര തിന്നായിട്ടായിരിക്കില്ല നമുക്ക് കിട്ടുക മീഡിയം ഫ്ലെയിമിൽ റെഡിയാക്കി എടുക്കുമ്പോൾ. കണ്ടില്ലേ, കുറച്ചൊരു കട്ടിയുണ്ട് ഇതിന്. അതുപോലെ ചെറിയ രീതിയിൽ ഹോൾസൊക്കെ കാണുന്നുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല നൈസായിട്ടാണ് ഇതിരിക്കുന്നത്. ഒട്ടും കട്ടിയില്ലാതെ ടിഷ്യൂ പേപ്പർ പോലെ കനം കുറഞ്ഞിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. പക്ഷേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സമയം പിടിക്കുമെന്ന് മാത്രം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതേ രീതിയിൽ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇനി കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും. മുട്ടക്കറി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ ഇറച്ചിക്കറി ആണെങ്കിലും കടലക്കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ഒക്കെ വളരെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാലായാലും മതി. 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തപ്പോൾ എനിക്കിവിടെ ഇതേ രീതിയിലുള്ള 13 അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. എന്നാലും ഒരു ഏകദേശം അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്